ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് മലയാള സിനിമകൾ ആലപ്പുഴ ബീച്ച് വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ ലൊക്കേഷൻസൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൂവി ലൊക്കേഷൻസ് തേടിയുള്ള നമ്മുടെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന റോഡിൽ കൂടിയാണ് നമ്മൾ വന്നത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ റോഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്. ഇത് ജയറാമേട്ടൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷൻ വെച്ചാണ് സലികുമാർ ഏട്ടനൊക്കെ ആയിട്ടുള്ള കോൺവെർസേഷൻ സീനൊക്കെ അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇത് ലോക്ക് ചെയ്തേക്കാണ്, അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തു നിന്നുള്ള വിഷ്വൽ മാത്രം കാണാം. ആലപ്പുഴ ബീച്ചിൽ വെച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മിക്ക സിനിമകളിലും നമ്മൾ പ്രധാനമായിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കടൽപ്പാലമാണ്. അപ്പോൾ ആ ഒരു കടൽപ്പാലത്തിന് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. (2004) വരെ ഈ കടൽപ്പാലം പൂർണ്ണസ്ഥിതിയിലായിരുന്നു. അതിനുശേഷം 2004 സുനാമിയിലാണ് ഈ ഒരു കടൽപ്പാലം ഇതുപോലെ തകർന്നത്. ഇപ്പോൾ കടൽപ്പാലത്തിന് അങ്ങോട്ടുള്ള ആ തൂണുകൾ മാത്രമേ കാണുന്നുള്ളൂ. ലാലേട്ടൻ്റെ സാഗരയിലേസ് ജാക്കി എന്ന സിനിമയിലെ കുറച്ച് വിഷ്വൽസൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫോർ ദ പീപ്പിളിലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ ഒരു സോങ് സീക്വൻസിലൊക്കെ ഈ ഒരു പാലം ഒരുപാട് സമയം കാണിക്കുന്നുണ്ട്. ഈ പാലം കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ പഞ്ചാബി ഹൗസാണ്. പഞ്ചാബി ഹൗസിൽ ദിലീപേട്ടൻ കടക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് കടലിലേക്ക് ചാടുന്ന ഒരു സീൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ സിനിമകൾ കൂടാതെ ഷാർജ ടു ഷാർജ, കല്യാണരാമൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ഭൂമി കുലുക്കം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ ചേട്ടൻ വന്നിട്ട് നോക്കി നിൽക്കുന്ന ഈ ഒരു പില്ലറിൻ്റെ അടുത്താണ്. ആ ഒരു സീനിൽ തന്നെയാണ് ജഗദീഷ് ചേട്ടനെ കുറേ ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നത്. പിന്നെ ആലപ്പുഴ ബീച്ചിലെ ഇപ്പോഴത്തെ പുതിയ 2 അതിഥികളുണ്ട്. ഒന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, 2 ഒരു യുദ്ധക്കപ്പലും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു. വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. അവർ 2 ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. രണ്ടുപേരെ എടുത്ത് റെഡി? ഓക്കെ. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പേരുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നൊരു പേരാണ് രാംജി റാവു സ്പീക്കിങ്. പിന്നെ പൂവിന് പുതിയ പൂന്തന്നൽ. അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.